This news is brought to you by Lakshmi Home Appliances, Village Office-ന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ ആവേശകരമായ റാലിയും കൊട്ടിക്കലാശവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കളായ മഹേഷ് കുന്നുമ്മൽ, ആലയിൽ ബാലകൃഷ്ണൻ, തങ്കച്ചൻ കാവാലം, ജോസഫ് മുള്ളൻമട, ടി.പി. ചന്ദ്രൻ, ലൈസമ്മ പനക്കൽ, പ്രണവ് തട്ടുമ്മൽ, പി.വി. ബാബു, ബിജു പയ്യാടക്കത്ത്, ജിജി കൊച്ചുപറമ്പിൽ, പ്രണവ് കരേള, പി.പി. ബാലകൃഷ്ണൻ, ലളിത ബാബു, കുട്ടിച്ചൻ തുണ്ടിയിൽ, വിൻസെന്റ് തയ്യിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാദ്യമേളങ്ങളുടെയും പ്രവർത്തക മുദ്രാവാക്യം വിളിയുടെയും അകമ്പടിയോടെ നടന്ന റാലിയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം കുറിച്ചു. ഒരു ശിലായുഗത്തിലേക്ക് നയിച്ച പിണറായിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള അന്തിമ പോരാട്ടത്തിന്റെ ദിവസമാണ് 9-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള കേരളത്തിലെ പിണറായി പിണറായിയുടെ സർക്കാർ കേരളത്തിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള കിരാതമായ നടപടികൾ എന്തെല്ലാമാണെന്നൊന്നായി വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ശിലായുഗത്തിലേക്ക് പിന്നോട്ടടിച്ചിരിക്കുകയാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്, വ്യാവസായിക കേരളം വെന്റിലേറ്ററിലാണ്, വിദ്യാഭ്യാസ മേഖല ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. നശിപ്പിച്ചില്ല എന്ന് സ്വയം ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ളത്. നിങ്ങൾ 57 EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഭരണം കണ്ടിട്ടില്ലേ? അന്ന് മുതൽ എത്രയോ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ കേരള സംസ്ഥാനം ഭരിച്ചു. അച്യുതാനന്ദനും അതുപോലെ E.K. നായനാരും തുടങ്ങി എത്രയോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഭരിച്ചപ്പോഴാണോ അതുപോലാണോ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിച്ചതെന്ന് ആലോചിക്കണമെന്നുണ്ട്. ആ മുഖ്യമന്ത്രിമാരുടെ ആരുടെയും ഭവനത്തിലെ മക്കൾക്കെതിരെ കേസുണ്ടായിട്ടില്ല, അവർക്കെതിരെ സ്വർണ്ണക്കടത്തിന്റെ ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല, അവർക്കെതിരെ എന്തെങ്കിലും ആരോപണം ഇവിടെ ആരും ഉന്നയിച്ചില്ല. പക്ഷേ നിങ്ങൾ ഓർക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി നയനാര് നമ്മുടെ ഈ സംസ്ഥാനത്തിന് ഒരു ശാപമാണ്, അപമാനമാണെന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇവിടുത്തെ സഖാക്കളോട് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം, നിങ്ങളുടെ മുഖ്യമന്ത്രി EM ശങ്കരൻ നമ്പൂതിരിപ്പാടുണ്ടായിരുന്നത് 2 അംബാസഡർക്കാരും ഒരു എസ്കോർട്ടുകാരുടെ വീട്ടിൽ മഹീന്ദ്ര ജീപ്പുമാണെങ്കിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം 40 വാഹന വ്യൂഹം കടന്നു പോകുന്നതിന് പുറമെ 3 മാസങ്ങൾക്ക് മുൻപ് 1,10,00,000 രൂപ മുടക്കി 2 വില കൂടിയ കാർ കൂടി എടുത്ത് 42 കാറുകളുടെ അകമ്പടിയോടുകൂടി ജൈത്രയാത്ര ചെയ്യുന്ന സഖാവ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ അപമാനം തോന്നുന്നില്ല. അത് മാത്രമാണ്, എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്. ആ ജനങ്ങളോട് അദ്ദേഹം കടന്നു പോകുന്ന വഴിയിൽ മണിക്കൂറുകൾ ആംബുലൻസ് പോലും തടഞ്ഞിട്ടുകൊണ്ട് ജനങ്ങളുടെ ജീവനും ജനങ്ങളുടെ സൗകര്യത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും അനധികരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഈ ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം എന്ത് നേട്ടമാണ് പ്രത്യേകിച്ചുണ്ടായത്? കേരളത്തിന്റെ കഴിഞ്ഞുപോയ മുഖ്യമന്ത്രിമാരാരും ഇത്തരക്കാരായ ആൾക്കാരായിരുന്നില്ല. ഇപ്പോൾ അവർ ഭരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ വീണ്ടും 3ാം പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ 3ാം ജനവിധി നേടുന്നത് അവരുടെ ഭരണം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഒരു നിമിഷം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവര് വീണ്ടും ജനവിധി നേടുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, LDF അല്ലാതെ മറ്റാരുണ്ടെന്നുള്ളത്. ഇതുപോലെ ഭരണം നടത്താൻ LDF അല്ലാതെ കേരളത്തിൽ മറ്റാരുമില്ല. കേരളത്തിലെ മറ്റാരും ഭരിക്കാത്ത ചെയ്യാത്ത കാര്യങ്ങളാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കോ മറ്റേതെങ്കിലും മുന്നണിക്കോ കഴിയാത്ത ഭരണമാണ് ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ 10 വർഷം നടത്തുക. അത് വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇടതുപക്ഷമല്ലാതെ മറ്റാരുമില്ല ഈ സംസ്ഥാനം ഭരിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് സഹതാപം തോന്നുക. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ഭരണം കൊണ്ട് കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലായി മാറിയിരിക്കുന്നു. ബഹുമാന്യ ശ്രീമാൻ ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുണ്ടായി. സമസ്ത മേഖലകളിലും കേരളം പരാജയപ്പെട്ടിരിക്കുന്നു. മറക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. കാർഷിക മേഖല തകർന്നടിഞ്ഞിരിക്കുന്നു. ദിവസവും ആത്മഹത്യ കൃഷിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ജീവിക്കാൻ കഴിയാതെ കൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് വിലക്കുറവ് കൊണ്ട്
കർഷക ആത്മഹത്യകൾ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. തൊഴിലാളി വർഗം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പൊ ചോദിക്കുകയാണ്, ഇതിന് പരിഹാരം കാണാൻ LDF അല്ലാതെ കൊണ്ട് മറ്റാരാണ് ഈ സംസ്ഥാനത്തുള്ളതെന്ന്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും വിഷയമല്ല. അതുകൊണ്ട് ഈ തുടിച്ചു നാളിയ ഈ ഭരണത്തിന്റെ ആൾക്കാര് വീണ്ടും വോട്ട് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഭവനങ്ങളിലേക്ക് വരുമ്പോൾ സധൈര്യം നിങ്ങൾ ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൊണ്ട് തന്നെ മറുപടി കൊടുക്കണം. നിങ്ങളുടെ വീടുകളിൽ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകര് ആ സ്ലിപ്പും അഭ്യർത്ഥനയുമായിട്ട് ആ 5-10 വർഷത്തെ ഭരണത്തിന്റെ കടലാസുമായിട്ട് വരുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കാനും പറയാനുമുള്ളതോ? നിങ്ങൾ അവരോട് ആദ്യം പറയണം, നിങ്ങൾ വോട്ട് ചോദിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയണം. വീണ്ടും അവർ വോട്ട് ചോദിച്ചാൽ നിങ്ങൾ അവരോട് പറയണം കടക്കുപുറത്തെന്ന് പറയണം. വീണ്ടും വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ചില വാക്കുകളിലെ നികൃഷ്ടജീവി, പരമചച്ച, അതുപോലെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരമാരി എന്ന് പറയുന്ന വാക്കുകൾ പോലും പറയാൻ തോന്നിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ മാന്യന്മാരോട് പറഞ്ഞ ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആൾക്കാർ വീണ്ടും വോട്ട് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ അവരെ മാറ്റി നിർത്താനുള്ള സാമാന്യ മര്യാദ നമ്മുടെ വോട്ടർമാർ കാണിക്കണം. കാരണം അടുക്കള ഇനി സ്മാർട്ട് ആക്കാം. അടുക്കള ഒരുക്കാൻ ഇനി സ്റ്റൈലൻ വഴികൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഇതാ പുതിയ ഭാവത്തിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, മിക്സി തുടങ്ങി അടുക്കളയിലേക്ക് വേണ്ടതല്ല. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, അലുമിനിയം, സെറാമിക്, ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഒരൊറ്റ കിടക്കീഴിൽ. ഏറ്റവും പുതിയ ഗിഫ്റ്റ്സും ആകർഷകമായ ഫെസ്റ്റിവൽ ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടെ വിശ്വസിക്കാവുന്ന ക്വാളിറ്റിയും മികച്ച സർവീസും. ഷോപ്പിംഗിന് ആഘോഷമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി. നിങ്ങളുടെ വിശ്വസ്തത ഞങ്ങളുടെ പെരുമ.